അസ്സലാമലൈക്കും. ഇന്ന് വൈകുന്നേര ചായക്ക് ഒരു ഈത്തപ്പഴം വെച്ചിട്ടുള്ള 4 മണി പലഹാരമാണ് ഉണ്ടാക്കുന്നത്. അപ്പോൾ അതിന് വേണ്ടിയിട്ട് കുറച്ച് അരമുറി തേങ്ങ ചിരകിയതാണ്. പിന്നെ അതുപോലെ അതിലേക്ക് ആവശ്യത്തിനുള്ള ഈത്തപ്പഴം എടുത്ത് ഇനി അതൊക്കെ ഒന്ന് കുരു കളഞ്ഞെടുക്കണം. ഇനി ഇതിലേക്കുള്ള മാവൊന്ന് തയ്യാറാക്കിയെടുക്കാം. അപ്പോൾ അതിന് വേണ്ടിയിട്ട് മൈദയാണ് എടുത്തിട്ടുള്ളത്. ഇനി അതിലേക്ക് ആവശ്യത്തിനുള്ള ഉപ്പിട്ട് കൊടുത്തു. അതുപോലെ ഇതിലേക്ക് മധുരത്തിന് ആവശ്യത്തിനുള്ള പഞ്ചസാര ഒന്നിട്ട് കൊടുക്കുന്നുണ്ട്. ഇനി ഇതിലേക്ക് ഒരു നുള്ള് അപ്പസോഡ ഇട്ട് കൊടുത്തിരിക്കുന്നത്. ഇനി അതുപോലെ ഒരു 2 ഏലക്കായ് ഒന്ന് കുരു ഒക്കെ ഒന്ന് ചതച്ചിട്ട് അതൊന്നിട്ട് കൊടുത്തിരിക്കണം. ഇനി ഇതിലേക്ക് പച്ചവെള്ളം ഒഴിച്ചിട്ട് ഒന്ന് നന്നായിട്ട് നമ്മൾ മറ്റേ പഴംപൊരിക്കൊക്കെ ഉണ്ടാക്കുന്ന മാവുണ്ടല്ലോ അതുപോലെ ഒന്ന് മാവ് മിക്സ് ചെയ്തെടുക്കട്ടോ. ഇതിലേക്ക് കട്ടി കുറവ് പാടി നമ്മൾ പഴംപൊരിക്കൊക്കെ ഇതിനേക്കാളും ഒന്നും പാടി ലൂസാക്കി എടുക്കുമല്ലോ. പക്ഷേ അതിനേക്കാളും കുറച്ചും പാടി കട്ടിയിൽ വേണ്ട ഈ മാവ് ഉണ്ടാക്കിയെടുക്കാൻ. ഇനി ഇതിലേക്ക് ആ ഈത്തപ്പഴം ഉണ്ടല്ലോ അതിൻ്റെ കുരുവൊക്കെ ഒന്ന് കളഞ്ഞതിന് ശേഷം ഇതിലേക്ക് തേങ്ങ ഉണ്ടല്ലോ അതൊന്ന് ഈത്തപ്പഴത്തിൻ്റെ ഈ കുരുവിൻ്റെ സ്ഥാനത്ത് ഒന്ന് വെച്ചിട്ട് ഇതുപോലെ ഒന്ന് ഫില്ല് ചെയ്തെടുക്കട്ടോ. പിന്നെ ഈ തേങ്ങയിൽ പഞ്ചസാര ഒന്നും ചേർത്തിട്ടില്ല, ഈത്തപ്പഴം നല്ല മധുരമുള്ളതായ കാരണം. എന്നിട്ട് ആ മൈദൻ്റെ മുകളിൽ ഇങ്ങനെ ഓരോന്നോരോന്നായിട്ട് അടക്കി വെച്ച് കൊടുക്കണ്ട. ലാസ്റ്റ് ഒന്ന് അങ്ങനെ ചുട്ടെടുക്കാനൊരു എളുപ്പത്തിന് വേണ്ടിയിട്ടാണ്. അപ്പോൾ അത് ഫുള്ള് ഞാൻ തയ്യാറാക്കി എടുത്തിരിക്കണം കേട്ടോ. ഈത്തപ്പഴമൊക്കെ ഫുള്ള് തേങ്ങ ഒക്കെ വെച്ച് ഫില്ല് ചെയ്ത് വെച്ചിരിക്കണം. ഇങ്ങനെ ആകുമ്പോൾ നമുക്ക് എളുപ്പം ചുട്ടെടുക്കാൻ സുഖമാണ്. ഇനി ചീനച്ചട്ടിയൊക്കെ അടുപ്പത്ത് വെച്ചിട്ട് ഓയിലൊക്കെ ഒന്ന് ചൂടായി വന്നിരിക്കണം കേട്ടോ. എന്നിട്ട് ഇതുപോലെ ആ മാവിൽ ഇങ്ങനെ സ്പൂൺ വെച്ചിട്ട് ഒന്നും പോലെ ഇങ്ങനെ മുക്കിയിട്ട് ഇതുപോലെ ഇങ്ങനെ എളുപ്പമാക്കിയിട്ട് നമുക്ക് ഉണ്ടാക്കിയെടുക്കാം കേട്ടോ. പിന്നെ ഈ തേങ്ങൻ്റെ ഫില്ലിങ് നമുക്ക് അതിൽ അണ്ടിപ്പരിപ്പ്, മുന്തിരി, അതുപോലെ തേങ്ങയൊക്കെ ഒന്ന് നെയ്യിലൊക്കെ ഒന്ന് വാട്ടിയിട്ടും പഞ്ചസാരയൊക്കെ ചേർത്തിട്ട് അങ്ങനെ ഉണ്ടാക്കട്ടെ. അപ്പോൾ അതൊരു പ്രത്യേക ടേസ്റ്റാണ്. ഇത് നമുക്ക് എളുപ്പത്തിൽ നമുക്ക് സിമ്പിളായിട്ട് ഉണ്ടാക്കിയെടുക്കാനുള്ളൊരു ഇതാണ്. ഇങ്ങനെ ഈ തേങ്ങയിൽ ഞാൻ പഞ്ചസാര ഇതൊന്നും ചേർക്കാതെ ഇങ്ങനെ ആക്കിയെടുത്തത്. അപ്പോൾ ഇത് 2 ഭാഗമൊക്കെ ഒന്ന് മൂത്ത് വന്നിട്ട് ഞാനിതൊന്ന് മറിച്ചിട്ടിട്ട് ഒന്ന് പാത്രത്തേക്ക് ഒന്ന് ഇട്ട് കൊടുക്കുന്നുണ്ട് കേട്ടോ. എളുപ്പത്തിൽ ഉണ്ടാക്കിയെടുക്കാൻ പറ്റുന്നൊരു പലഹാരമാണ് ഇത്. നമുക്ക് ഈത്തപ്പഴമൊക്കെ ഉണ്ടെങ്കിൽ അപ്പോൾ ഇതുപോലെ ബാക്കിയുള്ളതും ഒന്ന് ഞാൻ പൊരിച്ചെടുക്കുന്നുണ്ട്. അപ്പോൾ ഈ വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടപ്പെടുകയാണെങ്കിൽ ഇതുപോലെയൊക്കെ ഒന്ന് ഉണ്ടാക്കി നോക്കിയിട്ടാ എല്ലാവരും. അപ്പോൾ ഇതൊന്ന് ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. ഇനി അടുത്തൊരു വീഡിയോയിൽ കാണാം. അസ്സലാമലൈക്കും.